ഞങ്ങൾ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണ്. ഞങ്ങൾ 10, 60, 70 വർഷക്കാലം ഇവിടെ തലമുറയായിട്ട് ഇവിടെ ജീവിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിയമം ഇവർക്കറിയാമല്ലോ. 1957, 58 ഭൂസംരക്ഷണ നിയമം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാലോ. എന്തുകൊണ്ട് കറണ്ട് കണക്ഷൻ ഞങ്ങൾക്ക് തന്നു, എന്തുകൊണ്ട് പഞ്ചായത്ത് ലൈസൻസ് തന്നു, എന്തുകൊണ്ട് പഞ്ചായത്ത് ബിൽഡിംഗ് നമ്പർ ഉണ്ടോ? ഇതൊക്കെ 96, 97 കാലഘട്ടത്തിൽ ബിൽഡിംഗ് നമ്പർ ഉണ്ടായിരുന്ന എന്നാൽ അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരണ്ടേ? ഇത് 57 ഭൂസംരക്ഷണ നിയമം അനുസരിച്ച് ഇത് പുറമ്പോക്കാന്ന് ഞങ്ങൾക്ക് തരണ്ടേ? ഇന്ന് പുറമ്പോക്ക് പൂപ്പാറയിൽ മാത്രമല്ല പുഴ. ഇന്ന് ഇടുക്കി ജില്ല പരിശോധിക്കുകയാണെങ്കിൽ മുണ്ടക്കയം, മൂന്നാർ, വണ്ടിപ്പെരിയാർ, ചപ്പാത്ത്, ചെറുതോണി നിരവധി സ്ഥലങ്ങളിൽ പുഴയോരത്ത് ഏതാണ്ട് 2 ലക്ഷം ആളുകൾ, കുടുംബങ്ങളും കച്ചവടക്കാരും താമസിക്കുന്നുണ്ട്. അങ്ങനെ കേരളമൊട്ടാകെ ആലപ്പുഴ ജില്ല പരിശോധിക്കാം നമുക്ക്, ഇല്ലെങ്കിൽ എറണാകുളം ജില്ല പരിശോധിച്ച് നോക്ക്. അവിടെയെല്ലാം കായൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സാധാരണക്കാർ ജീവിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ മൊത്തം വെള്ളമാണ്. അതിലെല്ലാം നിയമം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണ്. ഇന്ന് ഹൈവേ എന്ന് പറയുന്നത് 45 മീറ്ററാണ്. റോട്ടിൽ നിന്ന് 27 മീറ്റർ പിടിക്കണം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഹൈവേയുടെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തോരം കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും. അപ്പോൾ കോടതി ഉത്തരവിൻ്റെ മറവിൽ ഞങ്ങളെ ഇന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പരിസ്ഥിതിവാദികളാണ്, പരിസ്ഥിതി സംഘടനകളാണ്. ഞങ്ങൾ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ ചോദിക്കുന്ന ഡൊണേഷൻ കൊടുത്തില്ലെന്നും പറഞ്ഞ് അവരാണ് ഇതിന് കേസിന് പോയത്. ആ കേസിൻ്റെ 2 വർഷം അത് നിങ്ങൾ പത്രമാധ്യമങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ, അതായത് സജി സെബാസ്റ്റ്യൻ, MK രാജൻ എന്നിവരാണ് ഇതിൻ്റെ കേസിൽ പോയത്. അതിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഈ ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിയമ പോരാട്ടത്തിനുണ്ടാകും തുടർ സമരങ്ങൾ. ഞങ്ങളിപ്പോൾ കച്ചവട സ്ഥാപനം അടച്ചിട്ടാലും ഞങ്ങളിവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ്. ഈ എങ്ങനെയെങ്കിലും കട തുറന്ന് ഈ സാധാരണക്കാരെ, വ്യാപാരികളെ വീണ്ടും പുനരുദ്ധരിപ്പിക്കാനുള്ള നടപടിയായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പൂപ്പാറ യൂണിറ്റിലെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ജോയി ജോസഫ്. നിങ്ങൾക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ എന്തോ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ ഇന്നല്ല, ഇതിനു മുമ്പ് ചെറിയ മെയിൻ്റനൻസുകളെല്ലാം ചെയ്യുമ്പോൾ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ ഇതിന്, അതായത് 6 മാസം മുമ്പ്, അല്ലെങ്കിൽ ഞങ്ങളതിനിവിടെ കയ്യേറ്റം നടത്തി വലിയ ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഒരു ഷീറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ര ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇവരെ ഓരോരുത്തരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചറിയാം. ഇത് കയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ? 3 തലമുറയായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ചുമ്മാ അതായത് ഗവൺമെൻറ്റിൻ്റെ പുറമ്പോക്ക് സ്ഥലം കിടന്നിട്ട് പുറത്തുനിന്ന് വന്ന് ഓടിക്കേറി ഞങ്ങൾ കയ്യേറിയവല്ല. അങ്ങനെയാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവർ പരിശോധിക്കണം. അതായത് പുഴയിൽ ഞങ്ങൾ കയ്യേറിയിട്ടില്ല. പുഴയാണ് വീതി കൂടി വലുതായി വന്നത്. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. 1964 ആനയിറങ്ങൽ ഡാം പണിയുന്നത്, ഡീകമ്മീഷൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ചെറിയ തോടായിരുന്നു, ഒരു കൈത്തോട് പോലെ ചെറിയ തോടായിരുന്നു. ആനയിറങ്ങൽ ഡാം 64 പണിത് ഡീകമ്മീഷൻ ചെയ്തപ്പോൾ അവിടെ നിന്ന് ഡാം വെള്ളം തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുഴയ്ക്ക് വീതി കൂടിയത്. അല്ലാതെ ഹൈവേ ഞങ്ങൾ കയ്യേറിയിട്ടില്ല. ഹൈവേ ഓരോ വികസനവുമായിട്ട് ബന്ധപ്പെട്ട റോഡിൻ്റെ വീതി കൂടി എന്നുള്ളതല്ലാതെ ആ കച്ചവട സ്ഥാപനങ്ങൾ അന്നും ഇന്നും ഒരേ രീതിയിലാണ് അവിടെ സ്ഥിതി ചെയ്യുന്നതുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് അവർ സ്കെച്ച് തയ്യാറാക്കിയിട്ട് കാര്യമില്ല. ഇത് 35-40 വർഷങ്ങൾക്ക് മുമ്പ് റോഡിൻ്റെ അന്നത്തെ NH റൂൾസ് അനുസരിച്ച് അന്ന് റോഡിൻ്റെ വീതി എത്രയാണ്, അന്ന് പുഴയുടെ തോടിൻ്റെ വീതി എത്രയാണെന്ന് ഗവൺമെൻറ് പരിശോധിക്കണം. ഓരോ മാറ്റങ്ങൾ, അതായത് വികസനം വരുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിയമങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അടിച്ച് ഏൽപ്പിച്ച് തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഒരു നയം, ഗവൺമെൻറ്റിൻ്റെ നയം ഞങ്ങൾക്ക് അനിവാര്യമല്ല. തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വ്യാപാരികൾക്ക് ജീവിതമാർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നാളെ അവർ ആത്മഹത്യയുടെ വക്കിലെത്തിക്കഴിഞ്ഞാൽ ആ ആത്മഹത്യക്ക് ഉദാഹരണം ഇന്ന് ആത്മഹത്യക്ക് ഉത്തരവാദികൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ആത്മഹത്യക്ക് ഉത്തരവാദിത്വം പറയേണ്ടതെന്ന് മാത്രം ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഞങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് കളക്ടർക്കും ഞങ്ങൾ നിവേദനം കൊടുക്കുകയാണ്. 30 ദിവസത്തിനകം വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഉത്തരവ് തന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ കോടതി കയറ്റാനുള്ള നിയമ നടപടിയായിട്ട് പോകും. കാരണം 30 ദിവസമാണ് ഈ വിവരാവകാശത്തിൻ്റെ നിയമപരിധി എന്ന് പറയുന്നത്. അവർ പരിശോധിക്കട്ടെ. മുണ്ടക്കയം, ചെറുതോണി പല സ്ഥലങ്ങളും ഞങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വിവരാവകാശ നിയമത്തിൽ വയ്ക്കാൻ പോവുകയാണ്. അതിനവർ മറുപടി തരട്ടെ.